ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ തീവെയിലിൽ പന്തലിക്കും ആൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ അധ്യക്ഷനായ സാദിഖ് സാറിനെ വിളിച്ചോളൂ. നമ്മുടെ രാമകൃഷ്ണൻ മലയാളി സർ, സിദ്ദീഖ് കൊടുക്കൽ, ശ്രീ അബ്ദുൽ സലാം, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ടീം കാസർഗോഡിൻ്റെ അച്ചീവേഴ്സ് മീറ്റാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ടീം കാസർഗോഡ് രൂപീകരിച്ചിട്ട് കുറേ കാലം ആയിട്ടില്ലെങ്കിലും നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് പരിപാടികൾ നടത്താൻ നല്ല നിലയിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല കെട്ടുറപ്പോടുകൂടി തന്നെ നമ്മളൊക്കെ ഇങ്ങനെ എല്ലാ പരിപാടികളും ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഇനിയും നല്ല കെട്ടുറപ്പോടുകൂടി ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളൊക്കെ ശ്രീ കുട്ടിസ്വാമിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണ്. നമുക്ക് ഇന്നത്തെ ചടങ്ങിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട 4 പേരെ നമ്മളിന്ന് ആദരിക്കുകയാണ്. കാസർഗോഡിൻ്റെ പല മേഖലകളിലും പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫലമായിട്ട് അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായി അദ്ദേഹത്തിന് ജില്ലാ ഭരണകൂടത്തിലെ പുരസ്കാരം കൂടി ലഭിക്കുകയുണ്ടായി. അതുപോലെ ബദ്രീനാഥിനെ സൂചിപ്പിച്ച പോലെ ബദ്രീനാഥ് നമുക്കൊക്കെ പ്രിയപ്പെട്ട വളരെ നന്നായി പാടുന്ന വലിയ ഭാഗ്യമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ നമ്മുടെ രവി പാട്ട് കേട്ടാൽ മനസ്സിൽ നൃത്തമുണ്ട്. അതിൽ മൈലിനെ പോലെ നൃത്തമാണ്, അറിയാതെ നൃത്തമാണ്. ആ നർത്തകി ഒരു പക്ഷേ പാട്ടുകാരിയാവുന്നില്ല. അതേസമയം ഈ സംഗീതം കേൾക്കുമ്പോൾ തനിയെ ചുവടുകൊണ്ടാണ്. അതിൻ്റെ കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും പരസ്പരം ഒന്നിച്ചു ജനിച്ച 2 ഇരട്ട സഹോദരിമാർ പോലെയുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് എഴുത്ത്, സാഹിത്യം, അതിനോടൊപ്പം തന്നെയാണ് അഭിനയം. അങ്ങനെ കലയുടെ ഒട്ടനവധി നാളുവഴികൾ. ഇത്തരം ആളുകൾ നമ്മൾ ആദരിക്കുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാസർഗോഡ്
ഏറ്റവും വലിയ പണക്കാരൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി ആദരിക്കുന്നത് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പണം ഉണ്ടായത്. പക്ഷെ നമ്മൾ ആദരിക്കുന്ന ചില പണക്കാരുണ്ട്, അവരെ നമ്മൾ ആദരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ആ പണം സമൂഹത്തിന് വേണ്ടി, അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരാ പണം ചെലവാക്കുന്നത്, സമയം ചെലവാക്കുന്നത്. അത്തരം ആളുകളെ നമ്മൾ മനസ്സുണ്ടെങ്കിൽ ആദരിച്ചേ പറ്റും. സാധിക്ക് പണക്കാരനെ കൊണ്ടല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. സാധിക്കുന്ന മനസ്സിലൊക്കെ നല്ലൊരു കലാകാരൻ. അല്ലാതെ ഇതിനു വേണ്ടി തന്നെ ഉച്ച ഉറക്കുന്ന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ നല്ലൊരു ശതമാനം സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും. പണം മാത്രമല്ല, അതിനോട് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പാട്ട് കേൾക്കുമ്പോൾ മയില് പീലി വിടർത്തുന്നത് പോലെ, മഴവില്ല് കാണുമ്പോൾ മയില് പീലി വിടർത്തുന്നത് പോലെ, പ്രിയപ്പെട്ട ബദരീനാഥിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിനകത്ത് സന്തോഷത്തിൻ്റെ മഴവില്ല് വിരികയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ അസൂയ. കാരണം നിങ്ങളുടെ കഴിവ് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടില്ല. സംഗീത താല്പര്യവും അതുപോലെ ചിത്രകലയും എഴുത്തും എല്ലാവരുടെയും മനസ്സിലുണ്ട്. നന്മ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. ജനിക്കുന്ന കുഞ്ഞ് എല്ലാ കഴിവുകളോടും കൂടിയാണ് ജനിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് സമൂഹം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന തിന്മകൾ, ആ തിന്മകളെ പിടിച്ചു നിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തിന്മകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരാതെ തടഞ്ഞു നിർത്തുന്ന ആളുകൾ കലാകാരന്മാരാണ്, എഴുത്തുകാരാണ്, ചിത്രകാരന്മാരാണ്, ഗായകരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം ആളുകൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലോടും കളങ്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നിഷ്കളങ്കമായ ജനിച്ചത് വഴി അല്ലെങ്കിൽ നല്ല നന്മയുടെ മനസ്സ് സൂക്ഷിക്കുന്ന ആളുകളാണ് കലാകാരന്മാർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരും ഈ ജീവിതത്തിൻ്റെ ഒന്നുമില്ലാതെ കടന്നു വരുന്ന ആളുകളാണ്. ഒന്നുമില്ലാതെ പോവുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചുകൾ ഉണ്ടാകുന്നു. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ പോയിക്കാൻ മാത്രം പോയാൽ അവർ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവർ ശരിയായ വഴിയിൽ കൊണ്ടുപോകണം. അവരുടെ കഴിവുകൾ കണ്ടെത്തി ആ വഴിയിലേക്ക് അവർ തിരിച്ചു വിടണം. പൊതുവെ എല്ലാവരും പാരൻസിൻ്റെ ആഗ്രഹം, അത് അങ്ങനെ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആളുകളുടെയും ആഗ്രഹം തങ്ങളുടെ മക്കൾ ഡോക്ടറാണെന്ന്. തെറ്റൊന്നുമില്ല. കാരണം സമൂഹത്തെ സേവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി ഈ മെഡിക്കൽ പ്രാക്ടീസ് തന്നെയാണ്. സംശയമൊന്നുമില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പ്രത്യേകിച്ച് കൈക്കൂലി വാങ്ങുന്ന ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തുക. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോ പാരന്റിനും തങ്ങളുടെ മക്കളെ നല്ല വഴിയിൽ നയിക്കുവാനും അവരെ വളർത്തുവാനുമുള്ള ഉത്തരവാദിത്തം വലിയൊരു ടെൻഷനാണ്. രാവിലെ സ്കൂളിലേക്ക് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. മിനിഞ്ഞാന്ന് ജനപ്രിയ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി, 2ാം കൊല്ലം വിദ്യാർത്ഥി, കാണാനില്ല. എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. കർണാടക പോലീസ് ചുറ്റും വരവെച്ചിട്ട് പോയി ആ കുട്ടിയെ കാണാനില്ല. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഉൾക്കിടലുണ്ടായിട്ടില്ലേ? അതിന് കാരണം നിങ്ങൾ കലാകാരന്മാരായതുകൊണ്ട്, അല്ലെങ്കിൽ കലയോട് താല്പര്യം ഉള്ളവരായതുകൊണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാരണം, നിങ്ങളിപ്പോൾ ഒരു നിമിഷം മുമ്പിൽ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാകട്ടെ. ആപത്തുകൾ, ഡിസാസ്റ്റേഴ്സ്, ആപത്തുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അത്യാഹിതങ്ങൾ, ആക്സിഡന്റുകൾ, അതുപോലുള്ള ഇതുപോലുള്ള വലിയ വലിയ ആപത്തുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥന ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ വളരട്ടെ പ്രാർത്ഥന ചെയ്യുകയാണ്. നിങ്ങൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ഗാനവും നന്മകളും മാത്രം പ്രസരിപ്പിക്കുന്ന കഴിയും. മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നതാണ് ഈ ഗാനങ്ങളെല്ലാം. എന്നിട്ടും പാട്ട് എന്താ ഇഷ്ടം? എല്ലാവർക്കും പാട്ട് ഇഷ്ടം. ഡാൻസ് മാനവസ്നേഹം, മനുഷ്യ സ്നേഹമാണ്. നമ്മുടെ മനസ്സിന്റെ തരളിതമായ ഭാഗങ്ങൾ
ജീവിതങ്ങളിൽ നന്മയുടെ കിരണങ്ങൾ സ്ഫുരിപ്പിക്കാൻ കഴിയുന്നവരാണ് കവികളും സാഹിത്യകാരും. ഇത് രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശബ്ദത്തിൽ കൂടി പുറത്തേക്ക് വരുന്നു. സംഗീതവും വോക്കൽസും ഒന്നിച്ചു പോകുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കാര്യങ്ങളുടെ സ്ഥാനം. നമ്മൾ സാധാരണ ഒരു കവിത വായിച്ച ഒരു സാധാരണക്കാരൻ വായിച്ചാൽ ആരും ശ്രദ്ധിക്കില്ല. യേശുദാസ് വായിച്ചാൽ യേശുദാസിന്റെ ഗാനങ്ങൾ വൈദ്യുതി ഉൾപ്പെടുത്തിയ സാഗരങ്ങളെ സാഗരമേ ശാന്തമാകുന്നു സാന്ധ്യാരാഗമായിരുന്നില്ല. ആ ഒരു ഗാനം കടലിന്റെ കേൾക്കുന്നുണ്ടെങ്കിൽ സാന്ധ്യാരാഗമായിരുന്നില്ല. ഇത് എഴുതിയത് വൈദ്യുതിയ. പക്ഷെ യേശുദാസിനല്ലാതെ ഇത്രയും മനോഹരമായി ഇതുപോലെ ഒരു ഗാനം ആരംഭിക്കാൻ പാടില്ല. മദനോത്സവം എന്ന പടം 981 ആണ് തോന്നുന്നത് പടം തന്നെയാണ്. അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ചെവിയിൽ മനോഹരമായ സംഗീതത്തിന്റെ 7 സ്വരങ്ങളും അതുപോലെ രാഗങ്ങളും സന്നിവേശിപ്പിക്കാൻ സംഗീതത്തിനാണ് 7 സ്വരങ്ങൾ. അതൊരു അത്ഭുതകരമായ ദൈവം നമുക്ക് സ്വരമാണ്. നമ്മൾ എല്ലാം ഒരേപോലെയാണ് ശബ്ദിക്കുന്നത്. ഇപ്പൊ സംഗീതം എന്നൊരു പദം തന്നെ എടുക്കുക. സംഗീതം എന്ന പദം വെറുതെ നമുക്ക് സംഗീതം അതേ അവരോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഏറ്റവും ലോവസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും. പിന്നെ അത് ഒറ്റ കയറ്റം മേലോട്ട് കയറും. പിന്നെ അത് താഴോട്ട് വരും. വീണ്ടും കയറും. ഏതുപോലെ നമ്മളൊക്കെ ഏകദേശം എല്ലാവരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും. അപ്പൊ വിമാനത്തിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് പൈലറ്റ് പെട്ടെന്ന് പറയും ഈ എയർ വളരെ ട്രാൻസ്പെറൻ്റാണ്, എല്ലാവരും സീറ്റ് ബെൽറ്റ് നോക്കും എന്ന് പറയേണ്ട താമസം സീറ്റ് ബെൽറ്റിൽ നോക്കി താഴോട്ട് പിന്നെ പേടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരായിട്ട് ആദ്യം ഒന്നും കുഴപ്പമില്ല ഫ്രീ ആക്കാം എന്ന് പറയും. ഇത് ഈ യാത്രയിൽ കാണുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതേസമയം നമ്മൾ ശബ്ദത്തെ ഇതുപോലെ ക്രമീകരിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് സംഗീതം വളരെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ എനിക്കറിയില്ല, നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ നിൽക്കുന്ന ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യും. അമ്മയുടെ ഓക്സിജൻ, അമ്മ ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, അത് നമ്മൾ ശ്വസിക്കും. അങ്ങനെ ശ്വസിച്ച് നമ്മൾ വളർന്ന് പിന്നെ 10 മാസം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഒരു കുട്ടിയോട് നീ പുറത്ത് വരരുത് നമുക്ക് പറയാം പറ്റില്ല. അത് പുറത്ത് വന്നേ പറ്റും. അത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന എങ്ങനെ ചെറുത്തോട് അതുപോലെ തിരിച്ച് കാണുന്നത് അല്ലല്ലോ. അത് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, നിലവിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ ഈ കുട്ടിക്ക് നിലവിളിക്കേണ്ടതില്ല ആവശ്യം? അമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നിലവിളിച്ചൊന്നുമില്ല. പുറത്തേക്ക് വരുമ്പോൾ നിലവിളിക്കുന്നത്. അതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ താമസിക്കുന്ന സമയത്ത് ജീവിക്കുന്ന ആ 10 മാസക്കാലം അമ്മയുടെ ഹൃദയതാളം കേട്ടുകൊണ്ടാണ് ഈ കുഞ്ഞു വളരുന്നത്. എന്താ ഹൃദയതാളം? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കുന്നുണ്ട്. ഇതെന്താണ്? സംഗീതമാണ്, ഇത് താളമാണ്, റിതമാണ്. ഈ റിതം സംഗീതത്തിന്റെ ഒരു വകഭേദമാണ്. ഈ സംഗീതം കേട്ട് ഈ കുഞ്ഞു സുഖമായിട്ട് കടന്നുപോവുകയാണ്. അമ്മ വളരെ സന്തോഷം ഉണ്ടാകുന്നതിന്റെ ശബ്ദത്തിന്റെ വേഗത കൂടി. അമ്മ വല്ലാതെ ഗുണസാകുമ്പോൾ ഇതിന്റെ ശബ്ദം കുറയും, അതിന്റെ വേഗത കുറയും. ഈ കുറയുന്ന സമയത്ത് കുട്ടി വിഷമം. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഈ കുട്ടി അതിനകത്ത് 24 മണിക്കൂർ താമസിക്കുന്നത് സംഗീതം കേട്ടുകൊണ്ട് തന്നെയാണ്. ആ സംഗീതം കേട്ടുകൊണ്ടിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ 10 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ അമ്മയുടെ ഹൃദയതാളം അല്ലെങ്കിൽ സംഗീതം കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. ആ സംഗീതം കേൾക്കുന്നില്ല. കുട്ടി ആകെ ഇതെന്തൊരു കാര്യമാണ്. അതിനകത്ത് ഇരുട്ടായിരുന്നില്ല. വലിയ വാട്സ്, ആയിരക്കണക്കിന് വാട്സ് ശക്തിയുള്ള ലൈറ്റിൽ നിന്ന് ഈ കുട്ടിയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന താളമില്ലേ, അമ്മയുടെ മനോഹരമായ ഹൃദയ താളം. ആ താളം പെട്ടെന്ന് സ്റ്റോപ്പാക്കി. അതിനേക്കാൾ വലിയ നഷ്ടം കുഞ്ഞിനില്ല. അപ്പൊ തനിക്കെന്തോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തനിക്ക് പ്രൊട്ടക്ഷനില്ല.
സംരക്ഷണ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെയാകുമ്പോൾ ഈ നിഷ്കളങ്കയായ കുട്ടി നിലവിളിക്കുന്നു. ഈ നിലവിളിയാണ് കുട്ടി പ്രസവിക്കുമ്പോൾ പുറത്തേക്ക് നമ്മളടക്കം ഞാനടക്കം നിലവിളിക്കാൻ. കുഞ്ഞ് നിലവിളിച്ചെങ്കിൽ ഡോക്ടറെയോ കുഴപ്പമില്ല, കുഞ്ഞിനെ ഉടനെ പരിശോധിക്കണമെങ്കിൽ ഡോക്ടർമാർ ഓടിക്കൂടും. കരഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം. കരയാനുള്ള കാരണം സംഗീതം നഷ്ടപ്പെട്ടു. എനിക്ക് ജനിച്ചു കുട്ടി വളർന്നു വിചാരിക്കാം. അമ്മ എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുന്നത്? നിങ്ങൾക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ, സ്ത്രീകളാണ് കൂടുതൽ, അടുക്കളയിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെ ഉറക്കണ്ട, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ അടുപ്പിൽ അരിയിട്ടിട്ട് ഈ കുഞ്ഞിനെ കൂടെ പണ്ട് കേട്ട താളമാണ്, അമ്മയുടെ ഗർഭാശയത്തിനടുത്ത് കേട്ട താളമാണ്. ആ കുഞ്ഞ് എത്ര പെട്ടെന്ന് ഉറങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? വളരെ പെട്ടെന്ന് ഉറങ്ങും. അതിന് കാരണം അതിനേറ്റവും ഇഷ്ടമുള്ള താളമാണ് അമ്മയുടെ ഹൃദയതാളം. അതിനനുബന്ധമായി ഏത് ശബ്ദം കേട്ടാലും കുഞ്ഞുറങ്ങും. അത് വളരെ പെട്ടെന്ന് ഉറങ്ങും. ഇതാണ് സംഗീതം. ഈ സംഗീതം അറിയാവുന്ന, അത് റിവർബറേറ്റ് ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാരിൽ ദൈവികമായ ദിവ്യമായ അനുഗ്രഹം സ്വയമേവ ആവാഹിച്ചെടുത്ത ആളുകളാണ് പാട്ടുകാരി, ഡാൻസേഴ്സ്. ഡാൻസ് താളം തന്നെയാണ്. ഈ പറഞ്ഞ താളത്തിനനുസരിച്ചാണ് ചുവടുകൾ വെക്കുന്നത്. അതും സംഗീതമാണ്. അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരെ, എഴുത്തുകാരെ, സംഗീതജ്ഞന്മാരെ, ഗായകന്മാരെ ആദരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണ്ടേ? അത് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടീം കാസർഗോഡ് അത് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടീം കാസർഗോഡിന്റെ മുഴുവൻ ഭാരവാഹികളെയും സലാമിന്റെ ടീമിനെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. സന്തോഷം. ഹൃദയം തൊടുന്ന ഓരോ സ്വരത്തിൽ വിജയം തിരിയിച്ച ബദ്രീനാഥിന് രാഗങ്ങളുടെ വഴിയിലൂടെ തിളങ്ങുന്ന കഴിവിന്റെ ഒന്നാം ജ്വാലിയായി ബദ്രീനാഥിനെ സ്മരിക്കുന്നു. സ്വരങ്ങളുടെ സൂപ്പർ സ്റ്റാർ, വിജയത്തിന് ഹൃദയം നിറഞ്ഞ ആദരം, സംഗീതത്തിന്റെ സ്വപ്നങ്ങൾ വിജയമാക്കി തീർത്ത ബദ്രീനാഥിന് അഭിമാനത്തോടെ ആദരം. അത് ഒരു തിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. കാസർഗോഡ് ടോപ്പ് അച്ചീവർ എന്ന് പറയുന്നത് പി കുഞ്ഞാമനാർ നടന്ന വഴി, പുത്തമത്ത് നടന്ന വഴി, ഉബൈദ് നടന്ന വഴിയാണ് ഈ വഴി. ഈ വഴി ഇപ്പോഴും അച്ചീവറായി നിൽക്കുന്ന ഒരുപടി ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അംബികാസുരൻ മാങ്ങാട്, ഡോക്ടർ എം ശ്രീധരൻ, നാറപ്പാടം പങ്കാളൻ, ഡോക്ടർ എ റഹ്മാൻ തുടങ്ങി ഒട്ടനവധി ആൾക്കാർ ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അച്ചീവറായി വലിയ ത്യാഗം ചെയ്യുന്ന ഒരുപടി ആൾക്കാർ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ, നല്ല ആസ്വാദകർ, നല്ല കലാകാരന്മാർ, നല്ല സാഹിത്യകാരന്മാർ, ഇവിടെ ചെറിയ കൂട്ടം. ഈ വലിയ കാര്യത്തിൻ്റെ ചെറിയ കൂട്ടത്തെയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. ഞാൻ ആ വലിയ കൂട്ടത്തിൽ ഒന്ന് വന്നിരിക്കാനും കൂടെ ഇരിക്കാനും സാധിച്ച വലിയ സന്തോഷമുണ്ട്. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കതിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയുന്ന പോലെ ഈ മുല്ലപ്പൂ ചോറിൻ്റെ നിരത്തിൽ ചോറിലിരിക്കുമ്പോൾ ഈ പൊടി ഉതിർന്നാൽ നമുക്കും സൗരഭ്യം ഉണ്ടാവും. മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. ആഴ്ചയിൽ 7 ദിവസം പട്ടിണി കിടന്നിട്ട് ഒരു ദിവസം ഭിക്ഷാടനത്തിനായി പോവുകയും ഈ കൊയ്തൊഴിഞ്ഞ പാടത്ത് ഉണ്ടായിരുന്ന യവം നുള്ളിപ്പറക്കി എടുക്കുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് വറുത്ത് പൊടിച്ച് നാലായി ഓഹരി വെക്കുന്നു. ആ കുടുംബനാഥനും ഭാര്യക്കും മകനും മകൻ്റെ ഭാര്യക്കും. അപ്പോഴാണ് ഒരു ഭിക്ഷാന്തേഹി വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ ദിവസമായി ഭക്ഷണം കഴിക്കാതെ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുന്നു. അപ്പോൾ കുടുംബനാഥൻ്റെ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. അത് കഴിച്ചപ്പോൾ അയാൾ എനിക്കിത് മതിയായിട്ടില്ല, കുറച്ചുകൂടെ ഭക്ഷണം വേണമെന്നുണ്ട്. അപ്പോൾ ഉടനെ കുടുംബനാഥ പറയുന്നു ഈ ഭക്ഷണം എടുത്തു കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പതിവ്രതയായ ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ എത്ര വലിയ ആളായാലും പാപമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ പറയുന്നത് നിങ്ങളുടെ മാനം രക്ഷിക്കണം, ഇപ്പം എൻ്റെ ഭക്ഷണമല്ല ഭക്ഷണം, അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് എടുത്തു കൊടുത്തു. അപ്പോൾ അത് കഴിച്ചപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു എനിക്കിത് മതിയായിട്ടില്ല, കുറച്ചുകൂടെ ഭക്ഷണം തരുന്നു. ഉടനെ മകൻ്റെ ഭക്ഷണം കൊടുത്തു, അത് മതിയായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് മകൻ്റെ ഭാര്യയുടെ ഭക്ഷണം എടുത്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണം കൊടുത്ത് അയാൾ കൈകളിൽ പോയി
സത്യം പരീക്ഷിക്കുന്ന യമരാജനായിരുന്നു. അപ്പോൾ അവിടെ ഇയാൾ കൈ കഴിഞ്ഞ സ്ഥലത്ത് ഒരു കീരി വന്ന് തിരഞ്ഞപ്പോൾ ആ കീരിയിൽ ഒരു ഭാഗം സ്വർണ്ണമായി. പിന്നീട് ആ കീരി പല സ്ഥലത്തും വെള്ളത്തിൽ നിന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് യുധിഷ്ഠിരൻ്റെ യാഗം, അശ്വമേധ യാഗം നടന്നു കഴിഞ്ഞ് അവരുടെ കൈ കഴിയ സ്ഥലത്ത് ഈ കീരി വന്ന് തിരഞ്ഞു. എൻ്റെ മറ്റേ ഭാഗം സ്വർണ്ണാക്കാൻ എൻ്റെ രീതിയാണ്. അപ്പോൾ സ്വർണ്ണാവാതെ കൊണ്ട് കീരി ഇവരെ ദേഷ്യപ്പെട്ടു. പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ 7 ദിവസം പട്ടിണി കിടന്നിട്ട് പിന്നെ ചെയ്ത ത്യാഗത്തെക്കാളും വലുതൊന്നുമല്ല ഈ അശ്വമേധ യാഗം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം അതുപോലെ ഈ എവിടുന്നെങ്കിലും ഒരു ഭാഗം സ്വർണ്ണാരോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടികളിലൊക്കെ വന്നു കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കാണാനും കൂടാനും ഒക്കെ സഹായിച്ച് നന്ദി, നമസ്കാരം. നിർഭാഗ്യവശാൽ നിങ്ങളൊക്കെ നിർഭാഗ്യവശാൽ ഞാൻ അങ്ങോട്ട് എത്തിപ്പോയി. എന്നെ സഹിക്കണമല്ലോ എന്നുള്ള നിർഭാഗ്യം ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ടീം കാസർഗോഡായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കാരണമായത് എൻ്റെ റൂംമേറ്റും ഗൾഫിൽ പ്രിയപ്പെട്ട സുഹൃത്തുമായ അമീദ് കാവിലാണ്. അതിപ്പോഴും മനസ്സിലുണ്ട്. സലാം സാറായിട്ട് ബന്ധപ്പെടുത്തി തന്നു. ടീം കാസർഗോഡ് എനിക്കൊരു ആദരവും കൂടി കഴിഞ്ഞ പ്രാവശ്യം തന്നിരുന്നു. അത് ആദരവ് തരാൻ കാരണം 2023 കമ്പളത്ത് ഗോവിന്ദൻ നായർ പുരസ്കാരം എനിക്കായിരുന്നു. കാരണം അതൊരു സന്തോഷമാണ്. ഇങ്ങനെ തന്നെ കണ്ട ഒരു എന്തെങ്കിലും വായിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങനെ എഴുതി അയക്കലാണ് എൻ്റെ പണി. വേറെ പ്രത്യേകിച്ച് വലിയ വിഷ്വലായിട്ടോ അല്ലെങ്കിൽ പാട്ടായിട്ടോ കവിതയായിട്ടോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല, ഇറക്കാറില്ല. അത്ര സാമ്പത്തിക ശേഷിയൊന്നുമില്ല സത്യം പറയാറ്. ഏതായാലും ഈ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന് പിന്നെ നിങ്ങളെല്ലാവരും ഒരു സ്നേഹം അതിന് അർഹതയൊന്നുമില്ല എനിക്ക് ഈ സ്നേഹാദരവിനൊന്നും. എങ്കിലും എല്ലാവർക്കും നന്ദി. സ്നേഹാദരവിനും എൻ്റെ സ്നേഹാദരവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ടീം കാസർഗോഡിൻ്റെ ഓരോ പ്രതിനിധികൾക്കും വേണ്ടി നന്ദി. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് പരിപാടി കണ്ടാലും അതിന് നന്ദി പറയാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ നമ്മുടെ ഉദ്ഘാടകനായി വന്ന ശ്രീ ഖാദർ സാറിനും അതേപോലെ ആദരം സ്വീകരിച്ച നമ്മുടെ സലാം സാറ് നമ്മുടെ വഞ്ചി തുഴയുന്ന ആളാണ് നമ്മുടെ കാസർഗോഡ് സംഗീത സരണിയുടെ. അപ്പോൾ അദ്ദേഹത്തിനും അതേപോലെ നമ്മുടെ പാട്ടിൻ്റെ പാലാഴി തീർത്ത അമൃത TV-യിൽ നമ്മുടെ കുഞ്ഞു ബദ്രിക്കും അതേപോലെ സിദ്ദിഖ് പടിപ്പിൽ ശ്രീ രാമകൃഷ്ണേട്ടൻ അതേപോലെ ഈശാൻ മോൾ വന്നിട്ടില്ല, മോൾക്കും അതേപോലെ ഇവിടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള നമ്മുടെ അധ്യക്ഷനായ സാദിഖ്ജിയും അതേപോലെ ഇനിയിപ്പോൾ നമ്മുടെ ഓരോരാളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ഇന്നീ വന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോരാൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞോളും. ഇനി നമ്മുടെ കുട്ടികളുടെയും എല്ലാവരുടെയും നമ്മുടെ ആ പാട്ട് കേട്ട് നമുക്കിന്ന് നല്ല നിറഞ്ഞ മനസ്സോടെ കൂടി ഇവിടുന്ന് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ തീവെയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, പേരി പടകങ്ങൾ എങ്ങും
ആത്മാവിത്യമാ സ്നേഹം തോളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പന്തലിക്കും ആൽമരമായി നാം ഉയരും ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും രക്തം തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ ആത്മാവിൽ നിത്യമാം സ്നേഹം തോളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ രക്തം തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ ആത്മാവിത്യമാ സ്നേഹം തോളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ഒരു തീ പോലെ വരുമാവേശം സിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ മനസ്സിൽ മിന്നലാടുന്നുണ്ട് നെഞ്ചം താളമേകുന്നേ ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ തുണയ്ക്കായി തോന്നരുന്നേ ഒന്നായി മുന്നിലേറുന്നേ കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചെന്നാരി. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ
കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.